നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൻ അങ്ങനെയൊക്കെ പറയും, പക്ഷെ മുകുന്ദന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമുണ്ട് ഗൗരിയമ്മേ? കൂട്ടുകാരാവുമ്പോ വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കുറച്ചു കഴിഞ്ഞാല് രണ്ടുപേരും ആ വിഷയം മറക്കും. ഇതത്ര പെട്ടെന്ന് മറക്കുന്ന വിഷയമല്ല. കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരല്ലേ. കുറച്ചുനേരം സംസാരിക്കാതിരുന്നാൽ പോലും വല്ലാത്ത വിഷമം തോന്നിയെന്ന് വരും. വക്കീല് വെറുതെ ഉള്ളിലുള്ള വിഷമം പുറത്തു കാണിക്കാൻ നടക്കരുത്. അവസാനം സ്വപ്ന ചതിച്ചപ്പോ ചെയ്ത പോലെ എന്തെങ്കിലും മണ്ടത്രോപ്പിക്കും. അല്ല, നിങ്ങൾക്ക് സ്വപ്നയുടെ കാര്യമൊക്കെ അറിയോ? പിന്നെ ഞങ്ങൾ ഈ സീരിയൽ സെറ്റിലെ സ്വപ്ന ഹേറ്റേഴ്സ് എന്നൊരു ക്ലബ്ബ് തന്നെയുണ്ട്. ഇങ്ങനെയുണ്ടോ പെൺപിള്ളാര്? മുകുന്ദനെ ചതിച്ചതും പോരാ, അവൾക്കിപ്പോ ഗിരിയുമായുള്ള അവന്റെ സൗഹൃദം ഇല്ലാതാക്കണോ? ഓ, അവള് വല്ലാത്തൊരു വിഷമാണല്ലോ ഗൗരിയമ്മേ. ഭാഗ്യം കൊണ്ടാ അവൾക്ക് മുകുന്ദനെ വിട്ടു പോകാൻ തോന്നിയത്. ഇല്ലെങ്കിൽ എന്റെ മോൻ ആ പിശാചിനെ കെട്ടി ജീവിതം കളഞ്ഞു വിളിച്ചേനെ. ഗിരിയുമായി അരമണിക്കൂർ സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ നിങ്ങൾ തമ്മിലുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള വിഷയം നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. താൻ സംസാരിക്കുന്ന കേട്ട തോന്നും താനും സ്വപ്നം തമ്മിൽ പണ്ടുണ്ടായിരുന്ന പ്രേമം ഗിരി അറിഞ്ഞു. അറിഞ്ഞു. അയ്യോ, ഇത് പ്രശ്നമാവല്ലോ. നീ അവനെ വെറുതെ പേടിപ്പിക്കില്ലേ? ഗിരിയേട്ടന്റെ സ്വഭാവം വെച്ച് ഒരു പൊരിഞ്ഞ അടി നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇങ്ങനെ പോയാ ഒരു നല്ല അടി കാണും. അയ്യോ, എന്താ? ഞാൻ ചുമ്മാ ഇവിടെ പേടിപ്പിക്കാൻ പറഞ്ഞല്ലേ. ചേച്ചി വെറുതെ പറഞ്ഞാണെങ്കിലും അങ്ങനെ തന്നെ നടക്കുമെന്ന് എനിക്കും തോന്നുന്നത്. ഏയ്, സ്വപ്നം എന്തേലും പറഞ്ഞോന്ന് കരുതി തകരാൻ മാത്രം ഉറപ്പില്ലാത്തതാ മുകുന്ദനും ഗിരിയും തമ്മിലുള്ള ബന്ധം. ഗൗരിയമ്മ പറഞ്ഞതേ അവര് രാമലക്ഷ്മണന്മാരെ പോലെയാണെന്നാണല്ലോ. അവര് തമ്മിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇന്നത്തോടെ മാറുന്ന എനിക്ക് തോന്നുന്നത്.